ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ അമ്മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം പറ. Namaskara. Is this ours? What is it? It's trash. Trash. കഴിഞ്ഞ ദിവസം നമ്മൾ ജോർജിയയിലോട്ട് പോവുമായിരുന്നു. അപ്പോൾ രാത്രി ഒരു ബസ് എടുത്ത് വന്നു. അത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. എന്നിട്ട് ഒരു ബസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അവിടെ കിടക്കാനൊന്നും സ്ഥലമില്ല. നമ്മൾ പയ്യെ വന്നപ്പം ഇവിടെ ഒരു ഓഫീസ് കണ്ടു. ആ ഓഫീസ് പയ്യെ കയറി നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നു. ഇവിടെ വേറെ മനുഷ്യന്മാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് രാത്രി ഇവിടെ കയറി കിടന്ന് ഇവിടെ ബിയറിൻ്റെ കുപ്പിയൊക്കെ ഇരിക്കുന്നു. ഇവിടെ ഇന്നലെ കിടന്ന് രാത്രി ഒരു 4-5 മണിക്കൂർ, പാതിരാത്രി ഒരു 3-3:30 കേട്ടോ. വെളുപ്പാലത്ത് 3-3:30 വന്നു. ഇപ്പോൾ ഒരു 8 മണിയായി. 8 മണി വരെ നമ്മൾ നല്ല അടിപൊളി സുഖമായിട്ട് കിടന്നു. നമ്മൾ ഇനി പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഹൊപ്പ എന്ന് പറയുന്ന ഹൊപ്പ എന്ന് പറയുന്ന ഒരു തുർക്കിയിലെ ഒരു ചെറിയൊരു നഗരത്തിലാണ്, ഒരു ടൗണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിനി താഴോട്ട് ഇറങ്ങുവാണ്. ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ കാണുമ്പോൾ എന്താ പറയുമെന്ന് നോക്കട്ടെ. ഇവർ വിചാരിക്കാതിരിക്കും ഇവന്മാരിത് ഉടനെ ഇറങ്ങി വരുന്നതെന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ ഓഫീസുകൾ. No, Georgia. Kyrgyzstan. ഭാഗ്യം അവരാരും മനസ്സിലാക്കില്ല. അവർക്ക് മനസ്സിലായി കേട്ടോ. നമ്മൾ മുകളിൽ കിടന്ന് ഉറങ്ങിയത് ഒരു കുഴപ്പമില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ. പല സ്ഥലത്തോട്ട് പോകുന്ന ബസ്. നമ്മളിവിടെ വാഷ്റൂമിൽ കയറി ഒന്ന് പല്ലി അയച്ച് കുളിച്ച് റെഡി ആയിട്ടിട്ട്, കുളിക്കാനല്ല പല്ലിക്കണം, ഒന്ന് ബാക്കിയെല്ലാം ചെയ്യണം, പ്രഭാത കാര്യങ്ങളെല്ലാം. എന്നിട്ട് നമ്മൾ നേരെ ജോർജിയയിലോട്ട് ലിഫ്റ്റ് അടിച്ച് പോകാനുള്ള ഒരു പരിപാടിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഹൊപ്പ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. ഇവിടെ എന്താ പഴയ ഡ്രസ്സാണല്ലോ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പഴയതല്ല, പുതിയതാണ് കേട്ടോ. പുതിയ ഇതാണ്. അവിടെ ഒരു ഓട്ടോമൻ പള്ളിയുണ്ട്. ഇവിടെ ഒരു ബ്രെഡിൻ്റെ ഷോപ്പ് എന്താണ്. നമ്മളൊന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളൊരു ബ്രെഡ് ഷോപ്പിൽ വന്നിട്ട്, ബേക്കറിയിൽ വന്നിട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ്. വാവ്, ഇവിടെ ഫുള്ള് കാറ്റും മഴക്കോളാണ് കേട്ടോ. രാവിലെ തന്നെ ഈ കാണുന്ന റോഡാണ് നമ്മുടെ ജോർജിയയിലോട്ട് പോകുന്നത്. ഇവർ തുർക്കിഷിൽ ജോർജിസ്ഥാൻ എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ അയറാനും പിന്നെ ഇവിടുത്തെ കുറച്ച് ബ്രെഡ് ഐറ്റംസാണ് കേട്ടോ. ഇതാണ് നമ്മൾ രാവിലെ കഴിക്കുന്നത്. ആളുകൾ ഇതിൻ്റെ കൂടെ സാധാരണ കോഫിയല്ല, തുർക്കിഷ് ചായ. തുർക്കിഷ് നമ്മുടെ കട്ടിയുള്ള കടുങ്കടുപ്പമുള്ള അതല്ല കേട്ടോ, അല്ലാത്ത നോർമൽ ടീ ആണ്, ബ്ലാക്ക് ടീ ആണ് ഇവർ കുടിക്കുന്നത്. പുള്ളിക്കാരത്ത് നമ്മളെ ബാഗ് എടുത്ത് വെയിറ്റ് ചെയ്യണം നോക്കണം കേട്ടോ. നമ്മൾ ഓർഡർ പോലും ചെയ്തില്ല കേട്ടോ. ഓർഡർ ചെയ്യാതെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ അമ്മോ, എന്ത് നല്ല മനുഷ്യരാ കേട്ടോ തുർക്കിഷുകാര്. സത്യം പറയാലോ, നമ്മൾ ഓർഡർ പോലും ചെയ്തില്ല. ഇതിന് അടുത്ത പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് വന്നു, ചായ വേണോ. നമ്മൾ പറഞ്ഞു വേണ്ട. Okay, not iron. This one should be this. burada çay var, çay. Hoppa çay. Çay burada. Hoppa çay. ഇവിടെ ചായ ആണ് കേട്ടോ. എല്ലായിടത്തും ചായ തന്നെയാണ്. Cheers. Bir o kardeş. Cheers. Prost. Last day for Turkey. Yes, last day. It's Next Georgistan. Kyrgyzstan. നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു ചേർന്നു. ഇപ്പം നല്ല വയറായിരുന്നു കേട്ടോ. ആ വെജിറ്റബിളും സംഭവങ്ങളൊക്കെ പോയപ്പോൾ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പൈസ എടുത്തിട്ട് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. സമയമില്ല. Not this. just bread. Tamam. It's not accepting anyone. Okay, then what we can do? പുള്ളിക്കാരൻ പൈസ വാങ്ങുന്നില്ല കേട്ടോ നമ്മളെ കയ്യിൽ നിന്ന്. ഒന്നിനും വാങ്ങുന്നില്ല. Afiyet olsun da, afiyet olsun. Teşekkür ederim. Ya gezgin adamlar yesinler, boş ver. Yesinler. Tamam.
ഞാനൊരു കറൻസി കൊടുത്ത് പിടിപ്പിച്ചു. ഞാൻ എൻ്റെ ഒരു ചൈനീസ് കറൻസി കൊടുത്തിട്ട് പുള്ളിക്കാരന് ഗിഫ്റ്റായിട്ട് കൊടുത്തു കേട്ടോ, മെമ്മറി ആയിട്ട് സൂക്ഷിക്കുകയാണ്. ബൈ ബൈ. ദശക്കതാരെ അയ്യോ പാ കേട്ടോ. എല്ലാവരും ഭയങ്കര സ്നേഹം വന്ന് നമ്മുടെ അടുത്തുനിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. എന്ത് സ്നേഹം കേട്ടോ തുർക്കിഷുകാർ. എനിക്ക് വന്നു മംഗോളിയയിൽ ഞാൻ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു, പക്ഷേ തുർക്കിയിൽ ഒരു വേറെ ലെവലാണ് കേട്ടോ. ഞാൻ എന്തോ ഭയങ്കര സ്നേഹം കേട്ടോ. എല്ലാവരും ഭയങ്കര സ്നേഹവും എല്ലാവരും ഭയങ്കര കാര്യവും. ഓരോ കാണുന്ന ആളുകളും ഇപ്പം തന്നെ പുള്ളിക്കാരൻ പൈസ വാങ്ങിച്ചില്ല. എന്ത് സ്നേഹം. വെരി നൈസ്, വെരി ഗുഡ്, വെരി പീപ്പിൾ, വെരി നൈസ് പീപ്പിൾ. വി വിൽ മിസ്. നമ്മൾ മിസ് ചെയ്യും കേട്ടോ തുർക്കിഷുകാരെ. ഞാൻ കരോളയുടെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്, എനിക്ക് തുർക്കി വലിയ ഇഷ്ടമില്ലെന്നല്ല, എനിക്ക് വലിയ സംഭവമായിട്ട് പിടിച്ചിട്ടൊന്നുമില്ല എന്ന്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ഞാൻ യാത്ര ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് തുർക്കി അധികം അറിയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ തുർക്കിയിൽ ആകെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഇസ്താംബൂൾ മാത്രം കറങ്ങിപ്പോയി. ഇപ്രാവശ്യം വന്നപ്പോൾ കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ ജോർജിയയിലോട്ട് പോകും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും യാത്ര ചെയ്യും. അപ്പം വീണ്ടും ഇവിടുത്തെ നല്ല കാര്യങ്ങളും അഴുക്ക കാര്യങ്ങളും എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് യാത്ര. നമ്മൾ 1-2 ദിവസം കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തെ കാര്യവും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ചില രാജ്യങ്ങൾ 1-2 ദിവസത്തിനൊക്കെ പോകും. പക്ഷേ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ആ രാജ്യം ഞാൻ വീണ്ടും പോകും. ചിലപ്പോൾ 1-2 ദിവസത്തിൽ പോയിട്ട് മടങ്ങി വരുന്നതിൻ്റെ കാര്യങ്ങൾ ചിലപ്പം അപ്പോൾ ഉള്ള എൻ്റെ സമയപരിമിതിയോ എൻ്റെ സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ ഞാൻ പല രാജ്യങ്ങളുമല്ല എല്ലാ രാജ്യങ്ങളും മാക്സിമം എൻ്റെ ജീവിതത്തിൽ നല്ലതുപോലെ കറങ്ങി കണ്ട് മനസ്സിലാക്കാൻ ഞാൻ എടുക്കും കേട്ടോ. എന്തായാലും നമ്മളിനി നടന്ന് കുറച്ച് പോവുകയാണ്. ഇവിടെ എല്ലായിടത്തും ഫുള്ള് ടീ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ. ഫുള്ള് നമ്മൾ രാവിലെ തന്നെ ഹിച്ചൈക്കിങ് ഇറങ്ങിയിട്ടുണ്ട്. കുറേ ടൂറിസ്റ്റ് ബസ്സുകൾ പോകുന്നുണ്ട് കേട്ടോ, ജോർജിയയിലോട്ട് പോകുന്ന ബസ്സുകളാണ്. താങ്ക് യു സോ മച്ച്. തശക്കുതായ നമ്മൾ ലെഫ്റ്റ് അടിച്ച് ഇനി ബോർഡറിലോട്ട് പോവാണ്. നെറുന്തി നിറദ Kemal Paşa. Kemal Paşa. Tamam Paşa. Sarp. Gürcistan? Gürcistan? Yok. No. Gürcistan burada. ഓക്കെ ഓക്കെ. നമ്മുടെ ഒരു ഭാഗത്ത് ഇവിടെ കടലും ഒരു ഭാഗത്ത് ഇവിടെ മലയുമാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള റോഡ്. അടിപൊളിയാട്ടോ. വാവ്. നമ്മ ഇവിടെ പാറയൊക്കെ വന്ന് പൊട്ടി വീണ് ഇവിടെ റോഡ് വലിയ വലിയ പാറകൾ ഡേഞ്ചറാണ് കേട്ടോ. നമ്മൾ നമ്മുടെ ബോർഡറിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ബസ്സുകളും സംഭവങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണ്. വാവ്. ഇനി നമ്മൾ തുർക്കിയെ എക്സിറ്റ് അടിച്ചിട്ട് ജോർജിയയിലോട്ട് എൻട്രി അടിക്കണം. ജോർജിയയിൽ നമുക്ക് പോകാനായിട്ട് ഓൺലൈനിൽ വിസ എടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ വിസയൊന്നുമില്ല. എൻ്റെ കയ്യിൽ യൂറോപ്പ് വിസ ഉണ്ട്. യൂറോപ്പ് വിസ വെച്ച് ഞാൻ പോകാനുള്ള പ്ലാനാണ്. പക്ഷേ ജോർജിയയിൽ കുറേ റേസിസവും കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം. ചിലപ്പോഴേ അവർ എൻട്രി തരുള്ളൂ, സ്പെഷ്യലി ഇന്ത്യൻസിന്. അപ്പോൾ നമ്മൾ നോക്കണം ഉള്ളിലോട്ട്. നമ്മളങ്ങനെ നടന്നു പോവാണ് ജോർജിയയിലോട്ട്. വെൽക്കം ടു ദ ലാൻഡ് ഓഫ് നൈബറിങ് ദ സ്കൈ ആർട്ട്വിൻഡ്. അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്ത് എൻട്രി ചെയ്ത് വരുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങോട്ട് അപ്പുറത്ത് ലൈനിൽ നമ്മളിവിടെ എന്തോ we have to fill form. Go. ഇവിടെ ലോക്കൽസ് ആണെന്ന് തോന്നുന്നു ഈ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഫുള്ള് തിരക്കാണല്ലോ. Yeah? Forms are here on the sides, right? But I think we don't need. പാസ്പോർട്ട് എക്സിറ്റ് ചെയ്യുന്നതിന് എൻ്റെ വിസ ചോദിച്ചു, പല കാര്യങ്ങൾ ചോദിച്ചു. കരോളയ്ക്ക് ഒന്നുമില്ല. കരോളയുടെ പാസ്പോർട്ട് വാങ്ങിച്ചു, ഒറ്റയടി ഗോ. ഫോർ മീ ടാക്സ് ഫ്രീ ദിസ് വി ഹാവ് ടു പുട്ട്. ഇവിടെ ആളുകൾ തുർക്കിയിൽ നിന്ന് പോയിട്ട് പീനട്ട് ബട്ടറൊക്കെ വാങ്ങിച്ചുകൊണ്ട് ന്യൂട്രലൊക്കെ വാങ്ങിച്ച് കവറിൽ നിറച്ചിരിക്കുകയാണ്. കാരണം എനിക്കൊന്ന് ജോർജിയയിൽ വില കൂടുതലായിരിക്കും, അതുകൊണ്ടായിരിക്കും തുർക്കിയിൽ നിന്ന് പോയി വാങ്ങിച്ചിട്ട് വരുന്നത്. ഇനി നമ്മൾ അപ്പുറത്ത് നമ്മുടെ ജോർജിയയാണ്. ജോർജിയ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഫ്ലാഗാണ് കേട്ടോ.
ജോർജിയ യൂറോപ്പിലോട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ജോർജിയയിലെ ജനങ്ങൾ. അതുകൊണ്ട് എപ്പോഴും ഗവൺമെൻറ്റുമായിട്ട് പ്രൊട്ടസ്റ്റും അടിയൊക്കെയാണ്. നമ്മുടെ തുർക്കി എവിടെ പറയുന്നു? ബൈ ബൈ തുർക്കി. ബോർഡറിലേക്കാണ്. ടെൻഷൻ എടുത്തിട്ട് എനിക്ക് വയ്യ. ടെൻഷൻ കൊണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റുന്നു. Brother, delicious. Yeah, if you have an Indian passport, this is normal. Yes. Also, Turkey the same. Yeah. After Tayyip Erdogan. Huh? Tayyip Erdogan. Tayyip Our Erdogan? president. Yeah. After him, we are also. ഫൈനലി എന്നെ മാത്രം ഇവർ മറ്റേ ഒരു കിളിയുണ്ടല്ലോ, കൂട്ടിലിട്ട കിളിയല്ല, മറ്റേ ഒരു മ്യൂസിയത്തിലെ പ്രതിമയെ പോലെ എന്നെ മാത്രം ഒരു കൂട്ടിൻ്റെ അകത്ത് ഇട്ടിരുന്നു. അവസാനം കുറേ നേരം ഇവർ ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ആരെയൊക്കെ വിളിച്ചു എന്തൊക്കെ കഴിഞ്ഞു എനിക്ക് എൻട്രി തന്നു. വിസ ഫ്രീ, പൈസയൊന്നും കൊടുത്തില്ല. വെൽക്കം ടു ജോർജിയ. ജോർജിയയിലെത്തിയപ്പോൾ ഇവിടുത്തെ വാഷ്റൂമൊക്കെ അടച്ചു പൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ. ഇനി സത്യം പറഞ്ഞാൽ ടെൻഷൻ എടുത്ത് ടോയ്ലറ്റിൽ പോകാൻ മുട്ടിയിരിക്കുമായിരുന്നു. കാരണം ടെൻഷൻ വരുമ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ തോന്നില്ലേ, ആ അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. സത്യം പറയാലോ, ഒരു കുറേ നേരം എല്ലാ ആളുകളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഞാൻ മാത്രം ഇങ്ങനെ നടുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു. ആൾക്കാരെല്ലാം എന്നെ ഇങ്ങനെ നോക്കി മറ്റേ മ്യൂസിയത്തെ ചരിത്ര സ്മാരകത്തിൻ്റെ മറ്റേ ഇതില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ എൻ്റെ അവസ്ഥ. ഇന്നത്തെ മാത്രമല്ല, ഈ വിസ ഓഫീസറൊക്കെ എന്ന് പറയുമ്പോൾ ലുക്ക ഇങ്ങനെയായിരുന്നു കേട്ടോ. നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞു ഇറങ്ങി. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയൊക്കെ വരുന്ന എമിഗ്രേഷൻ. അവിടെ യൂറോപ്യൻ യൂണിയൻ്റെയും ജോർജിയയുടെയും ഒരു ഫ്ലാഗാണ്, 2 ഫ്ലാഗുകളാണ് കേട്ടോ പറക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. നോ. ഇവിടെ കുറേ വണ്ടികളുണ്ട്. പിന്നെ ഇവിടുന്ന് ബസ്സുണ്ട്. ഇവിടെ ടാക്സി കാറുകളാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. ഹിച്ച് ഹൈക്കിങ് എനിക്കറിയില്ല എത്രത്തോളം എളുപ്പമാവുമെന്ന്. ഇവിടെ ഡോളറും കറൻസികളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കടകളൊക്കെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ബോർഡർ ഭാഗം. സർപ്പി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ ബ്ലാക്ക് സീ ആണ് കേട്ടോ ഇവിടെ. കറുത്ത കടൽ. ഇതാ നല്ല കാറ്റ് ബ്ലാക്ക് സീയിൽ. വാവ്, അടിപൊളി കാറ്റ്. ഇതാണ് നമ്മുടെ ജോർജിയൻ ബോർഡർ. ഇൻട്രസ്റ്റിംഗ് ആട്ടോ. അവിടെ ഒരു പള്ളി, മുസ്ലിം പള്ളി തുർക്കിയുടെ ഭാഗത്ത്. ഇവിടെ ഒരു ഓർത്തഡോക്സ് ദേവാലയമാണ്. ഇതാ ഇൻട്രസ്റ്റിംഗ് ആട്ടോ. കൾച്ചർ മാറുന്ന കണ്ടില്ലേ, കൾച്ചറും റിലീജിയസ് കൾച്ചറൊക്കെ മാറുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ ബോർഡർ ഭാഗം എന്ന് പറയുന്നത്. സലാം. നമ്മളിവിടെ ഓട്ടോ സ്റ്റോപ്പിൽ നിന്ന് കണ്ടുകൊണ്ട് വന്ന് സംസാരിച്ച ആളുകളാണ്. നമ്മൾ തുർക്കിഷ് പൈസ കൊടുത്തിട്ട് ജോർജിയൻ ലാറി വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 1550 തുർക്കിഷ് കൊടുത്തപ്പോൾ നമുക്ക് ആകെ കിട്ടിയത് 90 ലാറിയാണ് കേട്ടോ. 90 ലോറിയല്ല, 90 ലാറി. ഒരു ഓർത്തഡോക്സ് ദേവാലയമാണ് നമ്മുടെ ബോർഡറിൽ കണ്ട. നമ്മുടെ ഫസ്റ്റ് ഒരു ഓർത്തഡോക്സ് പള്ളിയിലോട്ടാണ് കേട്ടോ വന്നത്. ജോർജിയയിൽ കുറേ ഓർത്തഡോക്സ് ക്ഷേത്രങ്ങളുണ്ട്, ഓർത്തഡോക്സ് പള്ളികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാ ഇവിടെ കയറിയപ്പോൾ തന്നെ നല്ലൊരു മണം, പ്രത്യേകമായിട്ടുള്ളൊരു മണം. ഇതാണ് കേട്ടോ മുകൾ ഭാഗം. വാവ്, ഇതാണ് കേട്ടോ നമ്മുടെ കറുത്ത കടൽ, ബ്ലാക്ക് സീ. വാവ്, എന്ത് സൗണ്ടും ഇതിലൂടെയാണ് വരുന്നതെന്ന് നോക്കിയേ. ബ്ലാക്ക് സീന്ന് ഭയങ്കര കാറ്റ്. നമ്മുടെ തുർക്കിയിലെ മലനിരകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ അമ്മോ, ഇവിടെ വരുവാണ് കേട്ടോ ഈ കാറ്റ്. വേറെ ലെവല്. എൻ്റെ അമ്മോ, ഫുള്ള്. അവിടെ നമ്മുടെ തുർക്കിയുടെ കൊടി പാറുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ ജോർജിയയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും. പട്ടികൾക്ക് എല്ലാവർക്കും ടാഗ് ഉണ്ടല്ലോ, തുർക്കിയിലും കണ്ടതാണ്. ഇതാ ചുമന്ന ടാഗ് ചെവിയിൽ. ഇവിടെ നമ്മൾ ഹിച്ചയ്ക്കുമാണ്, ഒരാളും നിർത്തുന്നില്ല. കുറേ നേരമായിട്ട് കിടന്ന് കറങ്ങുന്നു. നല്ല വിശക്കുന്നു എന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ട്. വെയിറ്റ്. സിറ്റ്. ഐ വിൽ ഗീവ് യു. സിറ്റ് there. ഇവിടെ വാ, ഇവിടെ അവിടെ ഇരി. പട്ടി ഭക്ഷണം ഇല്ലാതെ നടന്ന് നിൽക്കുന്നു. പാവം കേട്ടോ, വിശക്കുന്നു തോന്നുന്നു. പാവം കേട്ടോ, ചെളിവെള്ളം കുളിക്കുന്നു കേട്ടോ. പാവം വെള്ളം തായ്ക്കുന്നു. ഇനി പോടാ, ബിസ്ക്കറ്റ് തീർന്നു കൂട്ടാ. ഓ മൈ ഗോഡ്. ഹലോ. താങ്ക് യു.
Oh my god. Oh. Deniz, Sugabi. Okay. Şen asedecek. Hiç akıl. അങ്ങനെ അവസാനം താങ്ക് യു Ha? യു തുർക്കി ഓ ജോർജിയ Batum, Georgia. ബത്തൂം ജോർജിയ ജോർജിയൻ ട്രക്കിലാണ് കേട്ടോ നമ്മൾ ലിഫ്റ്റ് അടിച്ച് കയറിയത്. ജോർജിയയിൽ ലിഫ്റ്റ് കിട്ടാൻ കുറച്ച് പാട്, പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഒരു വണ്ടി കിട്ടി അവസാനം. യു നോ ജിമ്മി? Ha? ജിമ്മി ആജാ രാജ് കപൂർ യു നോ? Süper. സൂപ്പർ അനിൽ കപൂർ? Ha? അനിൽ കപൂർ Anil Kapur, super. Era jutan med jupan hetat. Тоже super. ഇവരൊക്കെ ആരാണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ. ഇവിടെ തുർക്കിയിൽ നിന്നൊക്കെ ആളുകൾ കാസിനോ കളിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ, ബത്തോബി ബില്യണെയർ. വെൽക്കം ടു ബത്തോബി ബില്യണെയർ. ഇവിടുത്തെ എന്തോ ഫോർട്ട് എന്തോ ആണ് കേട്ടോ, വലിയ ടൂറിസ്റ്റിക് ഫോർട്ട് എന്തോ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ടൂറിസ്റ്റുകളെല്ലാം പോകുന്നൊരു പഴയ എന്തോ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇതാണ് കേട്ടോ. ജോർജിയയിൽ ആക്ച്വലി പഴയ വലിയ ഹിസ്റ്ററികളൊക്കെ നിലകൊള്ളുന്ന ഒരു രാജ്യം കൂടിയാണ് ഇത്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. നമ്മളിപ്പോൾ കണ്ടത് റോമൻ എംപയർ ആണ് കേട്ടോ. റോമൻ എംപയറിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പഴയ ഒരു ഫോട്ടോസ് ആണ് കണ്ടത്. നമ്മൾ ബ്ലാക്ക് സീയിൽ പോയി എത്തുന്ന ഒരു റിവറിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അടിപൊളി കേട്ടോ, ഫുള്ള് മഴ. ഓ മൈ ഗോഡ്, മഴയത്ത് ഒഴുകി വരുന്ന നോക്കിക്കേ, ഫുള്ള് ഫ്ലഡിങ് ആണല്ലോ. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓഫ്ലൈൻ ആണ്, അതുകൊണ്ടാണ് വരദാനം. മദ്ലോബ. Thank you very much. താങ്ക് യു വെരി മച്ച്. നമ്മൾ ബത്തോമി എത്തിയിട്ടില്ല. ബത്തോമി കുറച്ചുകൂടെ ഉണ്ട്. ഇവിടെ കണ്ടോ കാസിനോകൾ, ബെറ്റിംഗ് ഗെയിംസ് ഒക്കെ കളിക്കുന്ന കുറേ ജാക്ക്പോട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. തുർക്കിഷ് പൈസ ഉള്ള ആളുകളെല്ലാം ഇവിടെ വന്ന് കളിച്ചിട്ട് പൈസ കളഞ്ഞിട്ട് പോകും. അങ്ങനത്തെ ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഗുർജിസ്ഥാൻ. ഇവിടെ നമ്മുടെ ജോർജിയൻ വെഡ്ഡിങ് ആണ് കേട്ടോ. ഹോണടിച്ച് പോകുന്നുണ്ടോ? ഓ ഫുള്ള് BMW കല്യാണം ആയതുകൊണ്ട് പോകുന്നതാണ് കേട്ടോ ഇങ്ങനെ. ഇതാ കൊള്ളാലോ. I want to go for the wedding. ഹലോ. അടിപൊളി കേട്ടോ. ഒരു ജോർജിയൻ വെഡ്ഡിങ്ങിൻ്റെ ഒരിതാണ് നമ്മൾ കണ്ടത്. ഫുള്ള് നല്ല മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കേട്ടോ. ഇവിടെ ഫുള്ള് മലകളും മരങ്ങളും വെള്ളച്ചാട്ടങ്ങളും. ഹിച്ചൈക്കിങ് കംപ്ലീറ്റഡ് ആയി. മദിലോബി നമ്മുടെ ഹിമാചലിലേക്കുള്ള മലകൾ പോലെ കേട്ടോ. അതാ എന്ത് മനോഹരം, ഫുള്ള് പച്ചപ്പും ഹരിതാപകരവും. നമ്മൾ വീണ്ടും ഹിച്ചയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ഹിച്ചയ്ക്ക് കുറച്ച് പാടാണെന്ന് എനിക്ക് മനസ്സിലായി, അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ പോകുന്നത് ബോർഡർ ഭാഗത്തൂടെയുള്ള റോഡ് വഴിയാണ്, മലകളുള്ള വഴികളിലൂടെയാണ് കേട്ടോ നമ്മൾ ആക്ച്വലി ഹിച്ചയ്ക്ക് ചെയ്ത് പോകുന്നത്. ഇതല്ല നമ്മൾ ടിബിലിസി ക്യാപിറ്റലിലോട്ട് പോകുന്ന യഥാർത്ഥ വഴി. മദിലോബി. ഓക്കെ, യെസ്. വാ. ഹലോ. Hello. You speak English? Little bit. Okay. Where are you going? We are going in Adigeni. Adigeni. Okay. Wow. ഇവിടെ എൻ്റെ അമ്മ ഫുള്ള് ഇന്നലെ കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ അമ്മ ഫുള്ള് ഫ്ലഡിങ് ആണ് കേട്ടോ. ഇവിടെ റോഡൊക്കെ ഇടില്ല കേട്ടോ. ആ ഫുള്ള് The rope, bro. ഫുള്ള് അടിപൊളി കേട്ടോ. ഇവിടെ ഫുള്ള് വെള്ളച്ചാട്ടങ്ങൾ കണ്ടില്ലേ, മലയിൽ നിന്ന് വന്ന് ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ. കറക്റ്റ് നമ്മൾ ഏതോ ജംഗിളിലൂടെ പോകുന്ന പോലെയാണ് കേട്ടോ. വാവ്, അടിപൊളി. ഇവിടെ നമ്മുടെ ഒരു ഹാർച്ച് ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവമൊക്കെയാണ് കേട്ടോ. അവിടെ നല്ല രസം കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇവർ ചായ കുടിക്കാൻ വേണ്ടി എന്തോ, ഇവിടെ കോഫിയാണ് കേട്ടോ ഇവർ കുടിക്കുന്നത്. അതിനുവേണ്ടി ഇവർ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇവരാണ് കേട്ടോ നമുക്ക് ലിഫ്റ്റ് തന്ന പേര്. വാട്ട്സ് യുവർ നെയിം ബ്രദർ? Raindi, bro. റൈൻദി ബ്രോ. Raindi. ഹലോ. ഇവരൊക്കെയാണ് കേട്ടോ. ഹലോ, വാട്ട്സ് യുവർ നെയിം? My name is Imeda. ഇവരൊക്കെയാണ് നമുക്ക് ലിഫ്റ്റ് തന്നത്. ഇവിടെ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ, സ്പ്രിങ്ങിങ് വാട്ടറാണ്. ഫുള്ള് ഈ കാണുന്ന ഭാഗത്തും മലയാണ്, ആ കാണുന്ന ഭാഗത്തും മലയാണ്.
കറക്റ്റ് നമ്മുടെ ആമസോണിൻ്റെ ഒരു ഭൂപ്രകൃതിയാണ് കേട്ടോ ഇവിടെ കണ്ട മഴക്കാടുകൾ പോലെ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ആർച്ച് പാലമാണ് കേട്ടോ, പഴയ എന്തോ ആർച്ച് പാലമാണ് ഇതാ ഇവിടെ ഈ കാണുന്നത്. കൊള്ളാം കേട്ടോ. എന്ത് രസം കേട്ടോ, ക്ലൈമറ്റും അതനുസരിച്ച് തണുപ്പും മഴയും. ഒരു ഫുഡെന്ന് തോന്നുന്നു കേട്ടോ, ചെബൂർസ്ക് ചെബുറക്കി. അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞു ചെബുറക്കി ഓർഡർ ചെയ്തു. അങ്ങനെ ഈ കാണുന്നതാണ് ചെബുറക്കി. Thank you. Oh, they're warm. Mabola. Madilova. Sorry. Madilova. What's your name, bro? Lasha ആണ്. ഇവിടെ എല്ലായിടത്തും കോഫിയാണ് കേട്ടോ. തുർക്കിയിൽ ടീ ആണെങ്കിൽ ഇവിടെ 1 minute ഇവിടെ കോഫി, എല്ലായിടത്തും കോഫിയാണ് കേട്ടോ. ജോർജിയ കോഫി. Cappuccino. შავი თვალები სიმციმებს და ანათებს როგორც ანდელი თუ მიდიხარ და ჩემ სიყვარულს მიატოვე მხოლოდ შენ იცოდე ამ სიყვარულზე იფიქრე არ მჯერა ნუ თუ მიდიხარ და ჩემ სიყვარულს მიატოვე მხოლოდ შენ იცოდე അടിപൊളിയാട്ടോ. നമ്മൾ ഓരോ വ്യൂ പോയിന്റുകളിൽ ഇറങ്ങുവാണ്. വാവ്, ഓ മൈ ഗോഡ്, എൻ്റെ അമ്മോ അടിപൊളിയാട്ടോ. ഇവിടെ ഫുള്ള് കുത്തനെ ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്ന പാറകളാണ് ഇവിടെ. ഇവിടെ നമ്മുടെ പഴയ ബ്രിഡ്ജ്, അവിടെ കുറച്ചുകൂടെ പുതിയ ബ്രിഡ്ജ്. വാവ്, അവിടെ ഇതാ ഓരോ സ്ഥലത്തും ഇതുപോലുള്ള വെള്ളങ്ങളാണ് കേട്ടോ. ഇവിടെ ഫുള്ള് മലകളാണ്. ഇതാ ബി കെയർഫുൾ കറോള. തണുപ്പ് കേട്ടോ. അവർ വീണ്ടും നമ്മളെ പുറത്ത് എവിടെയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു അവർ ഹംഗ്രി എന്ന് പറഞ്ഞു. നമ്മളടുത്ത് ചോദിച്ചു ആർ യു ഹംഗ്രി, ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ജോർജിയയിൽ നമ്മൾ നോ പറയരുത്. നല്ല അടിപൊളി ചേട്ടന്മാരെ കേട്ടോ. എല്ലായിടത്തും നല്ല അടിപൊളി വ്യൂ പോയിന്റുകൾ. ഇവിടെ കുറേ അനാറുണ്ട് കേട്ടോ. മാതളങ്ങൾ ധാരാളം ഉണ്ട്, മാതള മരങ്ങൾ, ഫുള്ള് മലനിരകളും. വാ, അടിപൊളി കേട്ടോ. വാ, ഇവിടെ കൂറോ. വാട്ട് ഈസ് ദിസ് പ്ലേസ് ബ്രോ? കുലോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അവരുടെ കൂടെ നമ്മൾ ഇറങ്ങിയതാണ്. അവർ പറഞ്ഞു ഇന്ന് അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ കേട്ടോ, അവരുടെ വില്ലേജിൽ ഫാമിലിയുടെ കൂടെ. ഞാൻ പറഞ്ഞു ഡിസിഷൻ കുറച്ച് കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. നല്ല തണുപ്പ് കേട്ടോ. ഞാൻ ഒന്ന് തുടക്കട്ടെ. നല്ല ഇത് കേട്ടോ, നല്ല മനോഹരമായിട്ടുള്ള ഇത്. ഇവിടുത്തെ തണ്ണിമത്തനെല്ലാം ഭയങ്കര വലിപ്പമാണ് കേട്ടോ. അയ്യോ, വലിപ്പം കണ്ടില്ലേ, ബടാവാല തണ്ണിമത്തൻ. നമ്മളിവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ്. നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം ഒരു ബ്രെഡ് കൊണ്ടുവന്ന് വെച്ചു. ഈ പിന്നെ വേറൊരു ഫുഡ്, മുളക് സ്പൈസി. നമുക്കിവിടെ 2 ഓർഡർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട, നമ്മൾ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ. എല്ലാം കൂടെ വാങ്ങിച്ച് കഴിക്കണ്ട. വാട്ട്സ് എ ഫുഡ് നെയിം ബ്രോ? വാട്ട് ഈസ് ദിസ് നെയിം? ജോർജിയൻ നെയിം? ഓസ്രി. ഇതാണ് ഓസ്രി. ഈ ബ്രെഡും മുക്കി ഇങ്ങനെ നമ്മൾ കഴിക്കും. പിന്നെ ഇവിടെ ലെമനേഡ് ആക്കി. Ostri, it means spicy. ഓസ്രി മീൻസ് സ്പൈസി. Yeah. ഇതാണ് ലെമനേഡ് കേട്ടോ ഇവിടത്തെ. That way it's spicy. This is lemonade or beer? Italian soda. This is lemonade. Oh wait, can I try the lemonade too and then decide? Yeah. ഇതാണ് നമ്മുടെ ലെമനേഡ്. Is there alcohol? No, it's not alcohol. You don't like it? I don't like this. It's kind of nice, but
നമ്മുടെ ടോണിക് ഇല്ലേ, ടോണിക്കിന്റെ ടേസ്റ്റ് കേട്ടോ. But it is a little. നമ്മള് ഭക്ഷണം കഴിച്ചോടെ ഒന്ന് ഇറങ്ങി മദലോബ സോറി. ഈ കാണുന്ന ഒരു ചെറിയ സൂപ്പിന് 350 രൂപ ഉണ്ട്. ഇവിടെയുള്ള റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. ഫുള്ള് മല റോഡായതുകൊണ്ട് ഇവിടെ നമ്മുടെ മലകളിലെ വില്ലേജൊക്കെ കാണാൻ എന്ത് രസം കേട്ടോ. ഫുള്ള് കോട മൂടി കിടക്കുന്ന വില്ലേജുകൾ. നമ്മൾ പയ്യെ പയ്യെ മല കയറി പോവാണ്. ഫുള്ള് ഇവിടെ കറക്റ്റ് ഹിമാചൽ പ്രദേശൊക്കെ പോലെ കേട്ടോ, ആ ഒരു ഭൂപ്രകൃതി. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുക. നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഫുള്ള് പുക, അതാ പുകമയം കേട്ടോ ഇവിടെ. നമ്മൾ അധികേനിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഫോഗ്. നല്ല രസം കേട്ടോ. സ്വർഗത്തിലെത്തിയ പോലെ. ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. വാവ്, so nice. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നൈസ് പ്ലേസ് ബ്രോ. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഏരിയകളാണ് കേട്ടോ. കുന്നും പച്ചപ്പും ഹരിതാപകരവും മലകളും. ഇങ്ങോട്ട് ഒരു മല ക്രോസ് ചെയ്തപ്പോൾ ഇവിടെ ഫുള്ള് സൂര്യൻ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ ഈ ഒരു വില്ലേജ്. അതിനിക്ക എന്തോ ആണ് കേട്ടോ ഇവിടുത്തെ വില്ലേജിൻ്റെ പേര്. അവിടെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നതാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് ഇവിടെ വോഡ്കയും അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ. അതാണ്ട് ഫുള്ള് മദ്യമാണ് കേട്ടോ. ജോർജിയ കയറിയാൽ പിന്നെ കൂടുതൽ കോഫി, പിന്നെ മദ്യങ്ങളാണ്. പിന്നെ അതാണ്ട് ഈ കാണുന്നത് നമ്മുടെ വൈനാണ് കേട്ടോ. ഇത് ഫുള്ള് വൈൻസ്. പിന്നെ ഇവിടെ ആപ്പിൾ ജ്യൂസ് സംഭവങ്ങൾ. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ സംഭവങ്ങൾ തന്നെയാണ്. കൂടുതലും ആപ്പിൾ ജ്യൂസ് സാധനങ്ങൾ. ഈ സാധനം ഇത് ഭയങ്കര കോമൺ ആണ് കേട്ടോ. ഇവിടുത്തെ ബിയർ, ഈ ഒരു ബോട്ടിൽ ബിയറിനൊക്കെ എന്ന് പറയുമ്പോൾ വരുന്നത് നമ്മുടെ നാട്ടിലൊരു 350 രൂപ, 300 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. അല്ലേ? ഇതിൻ്റെ ചെവിയിൽ കണ്ടില്ലേ? ഇവിടെ ചെവിയിൽ why it's on the ear bro? Because it's safe. It means to save. Safe. Vaccinated or something like that. And he says no fleas. സേഫ് ആയതുകൊണ്ടാണ് കേട്ടോ. Okay. എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഇവരെ നമ്മളിവരുടെ വില്ലേജിലോട്ട് വന്നിരിക്കുകയാണ്. വഴിയിൽ കാണുന്ന ആൾക്കാരാണ് കേട്ടോ. മലകൾ കയറി വില്ലേജിലോട്ട് പോവാ. Supra means table, you know. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു സ്കൂളാണ് നമ്മൾ വില്ലേജിൽ കാണുന്നത്. എല്ലായിടത്തും സ്കൂളിൽ വരെ യൂറോപ്യൻ യൂണിയൻ്റെ ഫ്ലാഗും നമ്മുടെ ജോർജിയയുടെ ഫ്ലാഗും ഉണ്ട്. എല്ലാ ആളുകൾക്കും യൂറോപ്യൻ യൂണിയനിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ റഷ്യ ഉള്ളത് കൊണ്ട് യൂറോപ്യൻ യൂണിയനിലോട്ട് വരാനായിട്ട് ഇവർക്ക് ഭയങ്കര പാടാണ് കേട്ടോ. റഷ്യയാണ് ഇവർ ആക്ച്വലി തടഞ്ഞു വച്ചിരിക്കുന്നത്. റഷ്യ കീഴടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു രാജ്യമെന്ന് വേണമെങ്കിൽ പറയാം. റഷ്യയുടെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു കടയാണ് കേട്ടോ. ഇതിവിടെ കണ്ടില്ലേ, ജോർജിയൻ ഫുഡ്. നമ്മുടെ മോമോ ഇല്ലേ, മോമോ, ഫ്രോസൺ മോമോ. അതിൻ്റെ അകത്ത് മീറ്റ് ഉണ്ട്. അതാണ് മോമോ. ദിസ് ഈസ് മോമോ, നോ സ്ട്രിംഗർ. The same word not just Georgian. Oh, stringar. Maybe you're making like something that, but inside different one. Yeah, maybe. ഒരു ബോക്സിന് 500-600 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. Take the phone and call my friend. Okay. നല്ല രസമുള്ള പശുക്കളാണ് കേട്ടോ. പശുവിന് എല്ലാത്തിനും സൗണ്ടിന്റെ ഇതൊക്കെ ഉണ്ട്, മണിയൊക്കെ ഉണ്ട്. നമ്മൾ ഇവരുടെ കൂടെ ഒരു കടയിൽ വന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ പറ്റുബുക്ക് ഇൻ മൈ ലാംഗ്വേജ് പറ്റുബുക്ക് ഇവർക്കും ഉണ്ട് കേട്ടോ. കട എഴുതി വയ്ക്കുന്ന ബുക്ക്. ഇവിടെ നമുക്ക് വഴിയിൽ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. റോഡിലെ ജിമ്മ്. നമ്മൾ ജോർജിയയിലെ ചെറിയ വില്ലേജിലൂടെയാണ് കേട്ടോ ഇപ്പൊ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ വഴികള്.
നമ്മൾ ഗോർദുബാനി വില്ലേജിൽ വന്നിട്ടുണ്ട്. കൗസ് നമ്മളെ വരവേൽക്കാൻ വേണ്ടി. വെൽക്കം ഗേൾസ്. ഇത് ഇവരുടെ അങ്കിളാണ് കേട്ടോ ആ നടന്നു പോകുന്നത്. Assalamu alaikum, Bijo. ഈ കാണുന്ന വില്ലേജിലുള്ള ആളുകളെല്ലാം 100% മുസ്ലിങ്ങളാണ് കേട്ടോ. അതായത് ഇവര് മറ്റൊരു വില്ലേജിൽ നിന്ന് തുർക്കിയുടെ ബോർഡർ പ്രദേശമായിട്ടുള്ള മറ്റൊരു വില്ലേജിൽ നിന്ന് കുടിയേറി ഈ ഒരു ഭാഗത്തോട്ട് വന്നവരാണ്. Assalamu alaikum. ഇവരുടെ മാമന്റെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ. വോ ഐ ഗസ് ഇറ്റ് ഈസ് ഫോർ കൗ ദ ഫുഡ്. നോ നോ വേർ ഇതാണ് കേട്ടോ പശുവിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇതാണ് ഇവരുടെ പശുക്കൂട്. വാ ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ പശുവിന്റെ കൂട്. പശുത്തൊഴുത്താണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. സലാം അലൈക്കും. വാ ഇതാണ് കേട്ടോ ഇവരുടെ വീട്. ഇവിടെ നോക്കിക്കേ, ബൈക്ക് റൈഡ് ചെയ്ത് പോയിട്ട് ചെളി കേട്ടോ ഫുള്ള് വണ്ടിയില്. സോ സ്മോൾ ബൈക്ക്. ആ കാണുന്നത് ഇവിടുത്തെ മുസ്ലിം ദേവാലയമാണ്. വാവ്, ഇവിടെ ആകെ കുറച്ച് വീടുകളേ ഉള്ളൂ കേട്ടോ. അടിപൊളി. വാവ്, വേറെ ലെവല് കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്കിക്കേ. വാവ്, നോക്കിക്കേ ഇങ്ങനെ നിൽക്കുന്നത്. ഐ തിങ്ക് വൺ. ഇതെല്ലാം പുള്ളിയുടെ ആണ് കേട്ടോ, നമ്മളെ ബ്രോന്റെ ആണ്. വാവ്, ഇതാണ് കേട്ടോ നമ്മുടെ ഇവരുടെ വീട്. ഇവർക്ക് ക്യാബേജ് കൃഷിയുണ്ട് ഇവിടെ. പല കൃഷികളും നമുക്കിവിടെ ഉണ്ട്. ഇവർക്ക് ആപ്പിളുണ്ട്. ഇവിടെയുള്ള വില്ലേജിൽ ആപ്പിള്, സബർജല്ലി, കുറേ കൃഷിയുണ്ട്. ഇവിടെ നമ്മുടെ പൊട്ടാറ്റോ, ഇവിടെ നമ്മുടെ കോണ്. ഓമോ, ഇവിടെ എല്ലാ കൃഷിയും ഉണ്ടല്ലോ. When we What is this? It's plum. plum? Oh, It's not a plum. no? Yeah, I know this. മറ്റേ ഇതാണ് കേട്ടോ. ഏതാന്ന് വെച്ചാൽ അറിയില്ല. ഇവിടെ മുമ്പ് ആക്ച്വലി ഈ കാണുന്ന ഭാഗത്തെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു, ക്രിസ്തു മത വിശ്വാസികളായിരുന്നു. പിന്നീട് ഈ ഒട്ടോമൻകാർ വന്ന് 400 വർഷം അടക്കി വഹിച്ചതിന് ശേഷമാണ് ഇവർ മുസ്ലിങ്ങളായത്. അങ്ങനെയാണ് ഈ കാണുന്ന ആളുകൾ, ഈ നമ്മുടെ ബ്രോ എല്ലാം മുസ്ലിം ആയത്. അല്ലെങ്കിൽ ഇവരുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ ക്രിസ്ത്യൻസ് ആയിരുന്നു. ഇവിടെ ഒരു ചർച്ചാണ് കേട്ടോ. പീപ്പിൾ കം നൗ? നോ റൈറ്റ്? They have another church. It's an old church. This is very, very old. 20th century. 10-20 നൂറ്റാണ്ടിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് കേട്ടോ. ആളുകളൊന്നും പിന്നെ യൂസ് ചെയ്യാതെ ഇതുപോലെ അവശേഷിപ്പ് മാത്രമായി കേട്ടോ. നമ്മൾ പള്ളിയിൽ നിന്ന് നടന്നു പോകുന്നത് ഇവിടുത്തെ പഴയ ഒരു കാസിലോട്ടാണ്. പണ്ടത്തെ ഇവിടുത്തെ രാജാവ് ഉണ്ടാക്കിയ ഒരു കാസിലാണ്. ആ കാണുന്നതാണ് കേട്ടോ. ഇവിടെ ഫുള്ള് മരം മൂടി കിടക്കുവാണ്. ഇതാണ് ഇവരുടെ ആധുനിക വില്ലേജ്. ഈ കാണുന്നതാണ് ഇവരുടെ ഇവിടുത്തെ പഴയ കാസില്. നമ്മൾ നടന്ന് ഗ്രാമം കാണുവാണ് കേട്ടോ. സമയം ഇവിടെ ഇപ്പോൾ ഇത്രയും മണിയായി. 7:03. സൂര്യൻ അസ്തമിച്ചു ഓൾമോസ്റ്റ്. ഇവിടെ ഇവർക്ക് ആക്ച്വലി ഒരു കുതിര ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അവർ കുതിരയെ വിറ്റേ ഉള്ളൂ. ഞാൻ പറയുമായിരുന്നു, ഞാൻ ഇന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ കുതിരയെ വാങ്ങിച്ച് കുതിര യാത്ര ചെയ്തേനെ. എവിടെയെങ്കിലും ഒരു കുതിരയെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. സത്യത്തിൽ എൻ്റെ പപ്പാരാസിയെ മിസ് ചെയ്യുന്നു കേട്ടോ. വാ, അടിപൊളി കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. സോ ബ്യൂട്ടിഫുൾ ബ്രോ, ലൈക്ക് മീ. ഇവിടെ വില്ലേജിലാകെ 100 പേരേ ഉള്ളൂ. ഇവിടെ അവര് വന്നിരുന്ന്. Oh yeah, I also know this. I forgot somehow. I know. And this also. You know? Yeah, I know. You want to play? Yeah. Let's go. സിഗരറ്റ് വലിച്ചിരിക്കുകയും ഇതൊക്കെ കളിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. അവരുടെ വില്ലേജിലുള്ള ഒരു സ്ഥലം. ഇവിടെ ലെറ്റർ ബോക്സ് ആണോ? ഇവിടുത്തെ ആളുകൾ കളിക്കുന്ന സംഭവമാണ് കേട്ടോ. വാവ്, ഇവിടെ വില്ലേജിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് കേട്ടോ. So nice. Nice. Hier, Rezo, seid ihr? നമ്മൾ ഇവരുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. എല്ലാ വീട്ടിലും പട്ടികളുണ്ട്, കന്നുകാലികളുള്ളതുകൊണ്ട് തന്നെ. ഹലോ, വെൽക്കം ഹോം. വാവ്, വാം ഹൗസ് ബ്രോ. അടിപൊളി കേട്ടോ. ഇവരുടെ നടുക്ക് നമ്മുടെ
മംഗോളിയൻ കിച്ചണിലൊക്കെ കാണുന്നത്, ഗറിൽ കാണുന്ന പോലെ ചൂട് വന്ന് ആഹാരം ഉണ്ടാക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ വീട്ടിലെ സെറ്റപ്പ്. ബ്രോ, താങ്ക് യു സോ മച്ച്. You're welcome. മധുലോബ. Madloba. Traditional people, we like to customer. You like hospitality. Yeah. We also to say people to come with home, stay, eat something. Czechia? Czech Republic. Yeah. And was also Bulgaria. Bulgaria. Yeah. And 5 or 6 was from Turkey. Turkey. Yeah. Do you have Yeah. surfing? Yeah. I can request on surfing. Then I can write you a reference. Do you have? No, because we need to first make the. No, they don't have. No. No, he means something else. No. ഓക്കെ, നമ്മളിവിടെ ഇരിക്കുകയായിരുന്നു, ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവരുടെ ഒരു പഴയ സ്റ്റോറി ഉണ്ട്. മുമ്പ് പണ്ടൊരു ട്രാവലർ ഇതിലൂടെ നടന്നെന്തോ പോയപ്പോൾ എവിടെയോ മെയിൻ റോഡിൽ നിന്നപ്പോൾ പുള്ളിയുടെ അച്ഛൻ വിളിച്ചു, നീ വീട്ടിലോട്ട് വാ. അങ്ങനെ ഇവർ ഹോസ്റ്റ് ചെയ്തു. പിന്നെ ഏകദേശം 10 രാജ്യക്കാരെ 10 പേരെ അടുപ്പിച്ച് ഇവരിങ്ങനെ റോഡിൽ കൂടെ ഒക്കെ കാണുവാണെങ്കിൽ വിളിച്ച് കയറ്റും. ഇതിലൂടെ അങ്ങനെ ടൂറിസ്റ്റ് ഒന്നും പോകില്ല, എന്നാലും വേറെ മെയിൻ റോഡിലൂടെ, ഇപ്പം നമ്മൾ തന്നെ വേറൊരു റോഡിലൂടെ അല്ല. അങ്ങനെ നമ്മൾ വന്നു. ബട്ട് യു നെവർ ഹോസ്റ്റഡ് എനി ഇന്ത്യൻസ്? First time India. First time Asia. Yeah. After Turkey, no other. Yeah, it's first time India here. This location. I saw this in Mongolia, in Kazakhstan, everywhere they have. This is Wow. coming in Georgia, yeah. ജോർജിയയിലും ഫേമസ് ആണ് കേട്ടോ, കോമൺ ആണെന്ന് തോന്നുന്നു. ചോക്ലേറ്റുകൾ ഇവിടെ ഇങ്ങനെ വെക്കും കേട്ടോ. Which Wow. same. നമ്മുടെ ഫുഡ് നോക്കിക്കേ, Arabic, yeah? No. ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ. Arabic same. Same sound. Sound. നമ്മുടെ സലാഡ്, ബ്രെഡ്, സോസേജ്. Sauce. What is this? Fish? This is, kitchen. Kitchen. Fish? Mm, No. Meat. Meat, yeah. Meat. The meat. Kitchen meat. This is? This is also kitchen meat, but this is tradition. The tradition names Sasiu. satsive. Tomato paste. Yeah. Tomato paste. Sausage. Wow. Madhubola. Madhoba. Madloba. Arabs. Bro, Madloba. Join. Enjoy. ഇതാണ് കേട്ടോ ഇവരുടെ കച്ചപ്പൊഴി. With cheese. Yeah, with cheese. ചീസ് വെച്ചിട്ടുള്ള കച്ചപ്പൊഴി. വാവ്, അടിപൊളി കേട്ടോ ഇവരുടെ ആഹാരം. ഇത് നമ്മുടെ മല്ലിപ്പൊടി ഇട്ടുണ്ടാക്കുന്ന, മല്ലിപ്പൊടി നട്ട്സും ചിക്കനും ഇട്ടുണ്ടാക്കുന്ന ഇതാണ്. ഈ കാണുന്നത് നമ്മുടെ ചിക്കനാണ്. ഇതെല്ലാം വീട്ടിലാണ് കേട്ടോ. ഈ സോസേജ് ഒഴിച്ച്, ബ്രെഡ് ഒഴിച്ച്, ഈ ചീസ്, ടൊമാറ്റോ സോസ്, ഇതെല്ലാം വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ തക്കാളി, കുക്കുംബർ എല്ലാം വീട്ടിലുണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ. ഇവർക്ക് എല്ലാം ഉണ്ട്. ഒണിയൻ, സവാള, എല്ലാ കൃഷിയുണ്ട്. പിന്നെ കുറെ പശു വളർത്തലുണ്ട്. ഇവിടെ ഇവര് നമ്മുടെ തുർക്കിഷ് കോഫി ഒക്കെ ഉണ്ടാവുന്ന വെച്ചിരിക്കുകയാണ് കേട്ടോ. If you want drink. If you want If you want coffee, drink. If you want it, You can drink the coffee. no, I can't. you speak good English. Yes, I'm good English. I'm speaking good English, but I'm so excited. You are so shy. She's so excited. That's why she. Oh, she's so excited. Oh. My uncle. Your uncle. Uncle. എല്ലാവരും നല്ലൊരു ഇംഗ്ലീഷ് സംസാരിക്കും കേട്ടോ. ഈ പ്രായത്തിൽ എനിക്ക് ഒരു പൊട്ട ഇംഗ്ലീഷ് പോലും അറിഞ്ഞൂടെ. ഇവരുടെ രണ്ടാമത്തെ നില. ഓ, അമേസിങ്. തടി വെച്ചുള്ള റൂമുകളാണ് കേട്ടോ. ഫുള്ള്. വാവ്, എൻ്റെ അമ്മോ, അടിപൊളി കേട്ടോ. ലക്ഷറി. ഇവിടെ കോണ്, ചോളം. They think you are not together. They are thinking so. Good night.